ഞാൻ വിദേശത്ത് പോയപ്പോൾ നമ്മുടെ ഒരു തിരുമേനിയുടെ അരമനയിൽ ചെന്നു. കണ്ടപ്പോൾ ഞാൻ ഭയന്നുപോയി. ഏതൊരു കോർപ്പറേറ്റ് ഹൗസിൻ്റെ സിഇഒയുടെ മുറി പോലെയുണ്ട്. അതിലെ സൗകര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം തമ്പുരാനെ, ഇതിൻ്റെ 10-ലൊരു സൗകര്യം പോലും ചീഫ് സെക്രട്ടറി ആയിരുന്നു എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ അന്താളിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ തിരുമേനി വന്നു. തിരുമേനി വന്ന് എൻ്റെ അന്താളിപ്പ് കണ്ടപ്പോൾ പറഞ്ഞു, അത് ഞാൻ ഇവിടെ ചുമതലയേറ്റതിന് ശേഷം ഞാൻ ഇതൊക്കെ അങ്ങ് പൊളിച്ചു, എല്ലാം ഞാൻ അങ്ങ് പ്രൊഫഷണലൈസ് ചെയ്തു എന്ന് പറഞ്ഞു. എല്ലാം പ്രൊഫഷണലൈസ് ചെയ്യുക. ഇന്നത്തെ ചില തിരുമേനിമാർക്ക് വന്നിരിക്കുന്ന ഒരു വൈറസ് ബാധയാണ്. ഇത് COVID-19 അപകടകാരിയായ ഒരു വൈറസാണ് ഈ പ്രൊഫഷണലിസം. The priest is not a professional man. His ministry is not a profession. It is a divine institution. It is a divine devotion. അതാണ്. The more professional we long to be, the more spiritual depth we will have in the week. നിങ്ങൾ ശിശുക്കളെ പോലെ ആകുവീൻ എന്ന കർത്താവ് പറഞ്ഞത്. അതിൽ എവിടെയാണ് പ്രൊഫഷണലിസം? നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ എന്ന് പറയുന്നു. ഇതിൽ എവിടെയാണ് പ്രൊഫഷണലിസം? മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാക്ഷിക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. ഇതിൽ എവിടെയാണ് പ്രൊഫഷണലിസം? സങ്കടത്തോട് ദുഃഖിച്ച് കരവീൻ എന്ന് യാക്കോബ് പറയുന്നു. ഇതിൽ എവിടെയാണ് ഇങ്ങനെ പ്രൊഫഷണലായിട്ട് സങ്കടപ്പെട്ട് കരയുന്നത്? പിൻപിലുള്ളത് മറന്നും മുന്നിലുള്ളത് ആഞ്ഞുകൊണ്ടും ക്രിസ്തേശുവിൽ ദൈവത്തിന്റെ പരമവെളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുക എന്ന് പറയുന്നു. രക്താങ്കിതമായ കുരിശ് ചുമക്കുന്നതിൽ എവിടെയാണ് പ്രൊഫഷണലിസം? പുരോഹിതൻ ആത്മാവ് നിറഞ്ഞവനാവണം. അവർക്ക് ബഹുമാനമൊന്നും കിട്ടില്ല, അവമതിയാവും അവർക്ക് കിട്ടുന്നത്. സുഖകരമായ ജീവിതം അവർക്ക് കിട്ടില്ല. മറ്റുള്ളവർ നിങ്ങളെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അനുരഞ്ജനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. തർക്കിക്കുമ്പോൾ അനുരഞ്ജനം ഉണ്ടാക്കുന്നു. നിങ്ങളുടെ മിനിസ്ട്രി ആത്മീയമാണ്, അത് പ്രൊഫഷണൽ അല്ല. ഇത് മനസ്സിലാക്കാത്ത വൈദികർ അപ്രസക്തരാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരും നല്ലവരുമായ ഈ തിരുമേനിമാരെ വഷളാക്കുന്നത് നമ്മളൊക്കെയാണ്. എങ്ങനെയാണ് നമ്മൾ വഷളാക്കുന്നതെന്ന് അറിയാമോ? തിരുമേനിയോട് ഒരു സങ്കടം പറയണമെങ്കിൽ നമ്മൾ പറയും, തിരുമേനി ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ട് എന്ന്. ഇന്ന് തന്നെ നമ്മുടെ വലിയ മെത്രാപ്പോലിത്തയെ വിശേഷിപ്പിച്ചത് എങ്ങനെയാ? മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ എന്നാ പറഞ്ഞത്. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ എന്നാ പറയുന്നത്. ഈ പരം എന്ന വാക്ക്, മലയാള വാക്ക് ഉപയോഗിക്കുന്നത് അൾട്ടിമേറ്റ് എന്ന അർത്ഥത്തിലാണ്. അതിലുപരിയായി ഒന്നുമില്ല. പരമസത്യം, പരമാത്മാവ്, പരബ്രഹ്മം, പരമശിവൻ, അതിനപ്പുറം ഒന്നുമില്ല. അപ്പോൾ ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചത് കർത്താവ് തലയും നമ്മളൊക്കെ ആ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളുമായിട്ടുള്ള ഒരു മിസ്റ്റിക്കൽ ബോഡിയാണ് ഈ സഭയെന്നാ പഠിപ്പിച്ചത്. അപ്പോൾ ഇത് ഒരു പിതാവ് ഇതിന്റെ പരമാധ്യക്ഷനായാൽ സുപ്രീം ബോഡി, ഇതിനപ്പുറം ആരുമില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് പിന്നെ എവിടെയാ പോകുന്നത്? എവിടെയാ കർത്താവ്? നോക്കൂ, നമ്മുടെ തിരുമേനിമാരെ കണ്ടിട്ട് പറയും, തിരുമേനി ഈ കാറൊന്നും പോരാ, ഈ സഞ്ചരിക്കുന്ന കാർ ഒരു തിരുമേനി റോൾസ് റോയ്സിൽ തന്നെ പോകണം എന്ന് നമ്മൾ അങ്ങോട്ട് നിർബന്ധിക്കും. പാവം തിരുമേനി എന്ത് ചെയ്യും? ഒരു വിശ്വാസി ലംബോർജിനി എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാറ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കൊടുത്തു. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ? അദ്ദേഹം അതിൻ്റെ ബോണറ്റിൽ അതിൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ട് അത് ലേലം ചെയ്ത് അതിൽ കിട്ടുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൊടുത്തു. എന്നാൽ ഇതൊന്നും നമ്മൾ സ്വീകരിക്കുന്നില്ല. നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തിരുമേനിമാരങ്ങ് ആളകം മാറും. പിന്നെ അവർ സംസാരിക്കില്ല, കൽപ്പിക്കുകയേ ഉള്ളൂ. അവർ നടന്നു വരില്ല, എഴുന്നള്ളി വരികയേ ഉള്ളൂ. അവർ ഇരിക്കില്ല, അവർ ആരൂഢരാവുകയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ തിരുമേനിമാരെ വഷളാക്കുന്നത്. എനിക്കിതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, നവാഭിഷിക്തരായ തിരുമേനിമാരോടും ഇത് കേൾക്കുന്ന നിങ്ങളോടും ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നാം അറിയുന്ന കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് നമ്മുടെ പ്രഥമ ദൗത്യം. അത് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ ആവാം, പ്രസംഗത്തിലൂടെ ആവാം, പാട്ടിലൂടെ ആവാം, പ്രബന്ധത്തിലൂടെ ആകാം. ലോകമെല്ലായിടത്തും പോയി സുവിശേഷം പ്രചരിപ്പിക്കാൻ കർത്താവ് ആവശ്യപ്പെടുമ്പോൾ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. റിക്കൺസിലിയേഷൻ അഥവാ അനുരഞ്ജനം, അതാണ് സുവിശേഷത്തിന്റെ മർമ്മം. The gospel is the message of reconciliation. 2 Corinthians 5:19 പറയുന്നത് എന്താണ്? In Christ God was reconciling the world to himself, not counting the trespasses against them and extending them to the message of reconciliation. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ
ലോകത്തെ ക്രിസ്തുവിൽ നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. നിരപ്പിന്റെ വചനമാണ് ഞങ്ങൾ ഘോഷിക്കുന്നത് എന്ന് പറയുന്നു. യേശുക്രിസ്തുവിലൂടെ പാപികളായ മനുഷ്യരെ വീണ്ടെടുത്ത് നിത്യഭാഗ്യത്തിന് അർഹരാക്കുന്നതാണ് സുവിശേഷം നൽകുന്ന സന്ദേശം. അവൻ കുരിശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം നിരപ്പുണ്ടായി, സമാധാനമുണ്ടായി. Jesus Christ is our reconciliation. When we preach reconciliation, we preach Jesus Christ. The reconciliation that brought us peace with God becomes the basis of our reconciliation with each other. വേദപുസ്തകം നൽകുന്ന പാഠം ഇതാണ്: ദൈവം നമുക്ക് എന്താണോ നൽകിയത് അത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കണം. കർത്താവ് നമ്മളോട് കരുണ കാട്ടിയതുപോലെ നമ്മളും കരുണ കാട്ടണം. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരെ സ്നേഹിക്കണം. ദൈവത്തോട് നമ്മെ നിരപ്പാക്കിയതുപോലെ നമ്മളും മറ്റുള്ളവരുമായി നിരപ്പാകണം. ഇത് ചെയ്യാത്ത ക്രിസ്ത്യാനിയല്ല. ഇത് ചെയ്യാത്ത സഭയായിരിക്കും ക്രൈസ്തവ സഭ. ക്രൈസ്തവ എന്ന വിശേഷണത്തിന് അർഹമല്ല. നിരപ്പിന്റെ ശുശ്രൂഷ നടത്തിയാൽ നമ്മൾ ക്രിസ്തുവിന്റെ സഭയിൽ നമുക്ക് പുതിയ ജീവൻ ലഭിക്കും. ക്രിസ്തുവിന്റെ സഭയിൽ നമ്മൾ പുതിയ സൃഷ്ടിയാകും. ക്രിസ്തുവിന്റെ സഭയിൽ നമ്മൾ പുതിയൊരു വർഗമാകും. അവിടെ വർഗവർണ്ണ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. അവിടെ ജാതി മത ഭേദങ്ങൾ ഉണ്ടാവില്ല. അതെല്ലാം ക്രിസ്തുവിലൂടെ നിരപ്പാകുന്നു. പരസ്പരം കലഹിച്ചും തമ്മിലടിച്ചും കഴുത്തറുത്തും മനുഷ്യർ പോരടിക്കുന്ന ഈ ഭ്രാന്തൻ ലോകത്തിൽ നിരപ്പിന്റെ ശുശ്രൂഷയാകട്ടെ നിങ്ങളുടെ മൂവരുടെയും ശുശ്രൂഷ എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നിരപ്പിന്റെ ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിന്റെ ത്യാഗത്തിന്റെ സുന്ദര ജീവിതം നയിക്കുവാൻ, നിത്യവും പ്രാർത്ഥിക്കുവാൻ, നിത്യവും തപിക്കുവാൻ, നിത്യവും ദൈവവചനം വായിക്കുവാൻ, നിത്യവും ധ്യാനിക്കുവാൻ, നിത്യവും ക്രൂശിലേറുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ ഏവരെയും സജ്ജരാക്കട്ടെ എന്ന് ആശംസിച്ചു